Hi students, ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 3-phase പവർ മെഷർമെന്റ് ആണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ സിംഗിൾ ഫേസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് അല്ലെങ്കിൽ ഡിവൈസ് ആണ് വാട്ട് മീറ്റർ. ഈ വാട്ട് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ 3-phase പവർ മെഷർമെന്റ് നടത്താം. അപ്പോൾ അതിനു വേണ്ടിയുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 3-phase പവറിന്റെ ഇക്വേഷൻ P equal to √3 VL IL cos phi എന്നാണ്. ഇതാണ് 3-phase പവറിന്റെ ഇക്വേഷൻ. √3 എന്നും അതുപോലെ VL എന്ന് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജ്, IL എന്ന് പറയുന്നത് കറണ്ട്, ലൈൻ കറണ്ട് ആണ്. കോസ് ഫൈ എന്ന് പറയുന്നത് പവർ ഫാക്ടർ ആണ്. അതായത് VL-നും IL-നും ഇടയിലുള്ള ആംഗിളിന്റെ കൊസൈൻ. അതാണ് VL IL cos phi എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത്. ഇനി ഏതെല്ലാം മെത്തേഡുകളാണ് നമുക്ക് പവർ മെഷർമെന്റ് 3-phase പവർ മെഷർമെന്റ് ഉള്ളത്? നമുക്ക് അതിൽ ഫസ്റ്റ് മെത്തേഡാണ് സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡ്. സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേസിൽ, ഏതെങ്കിലും ഒരു ഫേസിൽ ഒരു വാട്ട് മീറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നു. ആ വാട്ട് മീറ്ററിൽ കാണിക്കുന്ന റീഡിങ്ങിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു ഫേസിൽ RYB എന്ന് പറയുന്ന ഒരു 3-phase ലോഡ് ഉണ്ടെങ്കിൽ, ഒരു 3-phase ലോഡ് ഉണ്ട്, ഇതിൽ 3 ഫേസുകളിൽ ഏതെങ്കിലും ഒരു ഫേസിൽ നമ്മൾ ഒരു വാട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു. മൂന്ന് ഫേസ് R, Y, B, അതോടൊപ്പം ന്യൂട്രൺ കണക്ട് ചെയ്യുന്നു. അപ്പോൾ വാട്ട് മീറ്ററിനെ ന്യൂട്രനും ഒരു ഫേസിലും കൂടി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തു. ഈ വാട്ട് മീറ്ററിൽ കാണിക്കുന്ന റീഡിങ് എന്താണോ ആ റീഡിങ്ങിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പവർ ആയിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷെ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ സിംഗിൾ വാട്ട് മീറ്റർ യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ബാലൻസ്ഡ് കണ്ടീഷനിലാണെങ്കിൽ മാത്രമേ, അതല്ലെങ്കിൽ ബാലൻസ്ഡ് ലോഡിംഗ് സിസ്റ്റത്തിൽ മാത്രമേ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റൂ, പിന്നെ ഈ ഒരു സിസ്റ്റം കറക്റ്റായിട്ട് മെഷർമെൻറ്റ് കറക്റ്റ് ആക്കാൻ പറ്റൂ. നമ്മുടെ കൺസെപ്റ്റ് അതാണ്, 3ലും ഈക്വൽ ആണ് പവർ, ഈക്വലായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി മറ്റൊരു മെത്തേഡ്, അപ്പോൾ ഒരു മെത്തേഡ് നമ്മൾ പറഞ്ഞത് 1 വാട്ട് മീറ്റർ ഓർ സിംഗിൾ വാട്ട് മീറ്റർ, 1 വാട്ട് മീറ്റർ മെത്തേഡാണ്. രണ്ടാമത്തെ ഒരു മെത്തേഡ് നമുക്ക് പറയാവുന്നത് 2 വാട്ട് മീറ്റർ മെത്തേഡ് ഉണ്ട്, 3 വാട്ട് മീറ്റർ മെത്തേഡ് ഉണ്ട്. നമ്മൾ രണ്ടാമതായി ഡിസ്കസ് ചെയ്യുന്നത് 3 വാട്ട് മീറ്റർ മെത്തേഡാണ്. 3 വാട്ട് മീറ്റർ മെത്തേഡ്. അപ്പോൾ 3 വാട്ട് മീറ്റർ മെത്തേഡിൽ ഉള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഈ 3 ഫേസിലും നമ്മൾ എന്ത് ചെയ്യണം, ഓരോരോ വാട്ട് മീറ്ററുകൾ നൽകേണ്ടതുണ്ട്. അപ്പോൾ W1 ഇവിടെ ഒരു വാട്ട് മീറ്റർ കൊടുക്കണം, അതുപോലെ ഇതിലും ഒരു വാട്ട് മീറ്റർ കൊടുക്കണം. എല്ലാ ഫേസിലും വാട്ട് മീറ്ററുകൾ നൽകുന്നു. അതിൻ്റെ എല്ലാം പ്രഷർ കോയിൽ നമ്മൾ നൽകുന്നത് ന്യൂട്രൽ പോയിന്റിലാണ്. ഇത് W1, W2, W3 ഇങ്ങനെയാണെങ്കിൽ ടോട്ടൽ പവർ എന്ന് പറയുന്നത് നമുക്ക് W1 പ്ലസ് W2 പ്ലസ് W3. അതായത് ഓരോ ഫേസിലും വാട്ട് മീറ്ററുകൾ നമ്മൾ കൊടുക്കുന്നു. അതിൻ്റെ ടോട്ടൽ പവർ എന്ന് പറയുന്നത്, ഈ ലോഡിങ്ങിൻ്റെ ടോട്ടൽ പവർ എന്ന് പറയുന്നത് ഒന്നാമത്തെ വാട്ട് മീറ്ററിലും രണ്ടാമത്തെ വാട്ട് മീറ്ററിലും മൂന്നാമത്തെ വാട്ട് മീറ്ററിലെയും റീഡിങ്ങിനെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പവർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം അത് 1 വാട്ട് മീറ്റർ മെത്തേഡ് ആകുമ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 വാട്ട് മീറ്റർ ഓരോ ഫേസിലും സെപ്പറേറ്റ്. ഇത് ലോഡ് അൺബാലൻസ്ഡ് ആണെങ്കിലും നമുക്ക് ഈ സിസ്റ്റം ഉപയോഗപ്പെടുത്താം. അടുത്ത സിസ്റ്റം, അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് 2 വാട്ട് മീറ്റർ മെത്തേഡാണ്. 2 വാട്ട് മീറ്റർ മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഈ ഒരു മെഷർമെൻറ്റ് രീതിയാണ്. ഇതാണ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡ്. അപ്പോൾ 2 വാട്ട് മീറ്റർ മെത്തേഡ് എങ്ങനെയാണ് മെഷർമെൻറ്റ് എന്ന് നമുക്ക് നോക്കാം.
ഓക്കെ, അപ്പോൾ ഇതാണ് 2 വാട്ട് മീറ്റർ മെത്തേഡിൻ്റെ ഫിഗർ. നമുക്ക് RBY എന്ന് പറയുന്ന 3 ഫേസുകളിൽ ഉണ്ട് നമുക്ക്. ദെൻ അതുപോലെ W1 എന്ന് പറയുന്നത് 1 വാട്ട് മീറ്റർ, അതുപോലെ W2 എന്ന് പറയുന്നത് 2 വാട്ട് മീറ്റർ ആണ്. W1 കണക്ട് ചെയ്തിട്ടുള്ള R ഫേസിലും അതിൻ്റെ പ്രഷർ കോയിൽ കണക്ട് ചെയ്തിട്ടുള്ളത് R-നും B-ക്കും ഇടയിലാണ്. അതുപോലെ W2 എന്ന് പറയുന്നത് പിന്നെ Y ഫേസിലും കറണ്ട് കോയിൽ Y ഫേസിലും പ്രഷർ കോയിൽ B-ക്കും Y-ക്കും ഇടയിലുമാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഈ 2 വാട്ട് മീറ്ററുകളുടെ റീഡിംഗ് ഉപയോഗപ്പെടുത്തി അത് എങ്ങനെയാണ് ടോട്ടൽ പവർ മെഷർ ചെയ്യുന്നത് എന്ന് അറിയണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ 2 വാട്ട് മീറ്ററിലും റീഡ് ചെയ്യുന്ന റീഡിങ്ങുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നോക്കാം. ഫസ്റ്റ് W1 എന്താണ് റീഡ് ചെയ്യുന്നത്, W1 എന്താണ് റീഡ് ചെയ്യുന്നത് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ W1-ൽ എന്താണ് റീഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ W1 റീഡിങ്, ഒരു വാട്ട് മീറ്റർ എപ്പോഴും റീഡ് ചെയ്യുന്നത് അതിൻ്റെ കറണ്ട് കോയിലിലൂടെ പോകുന്ന കറണ്ടും പ്രഷർ കോയിലിന് അക്രോസുള്ള വോൾട്ടേജും അവർക്കിടയിലുള്ള പവർ ഫാക്ടറിനെയാണ് വാട്ട് മീറ്റർ കാണിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം W1-ലൂടെ പോകുന്ന കറണ്ട് നമുക്ക് എടുക്കാം, R ഫേസിലൂടെയുള്ള കറണ്ട് IR ആയിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ നമുക്ക് അവിടുത്തെ വാട്ട് മീറ്റർ റീഡിങ് W1 = അതിൻ്റെ കറണ്ട് IR ആണെങ്കിൽ കറണ്ട് IR ആണ്. ദെൻ അതിനുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്, അതിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് VRB ആണ്. ഈ 2 ഫേസുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യലാണ് VRB. അതുപോലെ അതിനിടയിലുള്ള ആംഗിൾ കോസ്, ഈ വോൾട്ടേജിനെയും കറണ്ടിനും ഇടയിലുള്ള ആംഗിൾ ആണ് നമുക്ക് കിട്ടേണ്ടത്. അത് കിട്ടണമെങ്കിൽ നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കണം. തൽക്കാലം അതവിടെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ദെൻ W2-ല് എന്താണ്, W2 എന്ന് പറയുന്നത് ഇതാണ് വാട്ട് മീറ്റർ. വാട്ട് മീറ്റർ കണക്ട് ചെയ്തുള്ള Y ഫേസിലാണ്. അതുകൊണ്ട് കറണ്ട് IY, അതിന് ക്രോസുള്ള വോൾട്ടേജ് VYB ആണ്. ദെൻ അതിൻ്റെയും ആംഗിൾ നമുക്കവിടെ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് W1-ൻ്റെയും W2-ൻ്റെയും റീഡിങ്. അപ്പോൾ W1 എന്താണ് റീഡ് ചെയ്യുന്നതെന്നും W2 എന്താണ് റീഡ് ചെയ്യുന്നത്, ഇതിൽ നിന്ന് എങ്ങനെ ടോട്ടൽ പവർ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് ഇതിൻ്റെ വെക്റ്റർ ഡയഗ്രാം വരയ്ക്കാം, ഈ ആംഗിൾ ഒന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. നമുക്ക് 3 ഫേസുകളായിട്ട് വരയ്ക്കാം. ഫസ്റ്റ് ഒരു R ഫേസ് ആണ്. ഓക്കെ, ദെൻ അതിന് 120 ഡിഗ്രി ലാഗ് ചെയ്തിട്ടായിരിക്കും Y ഫേസ് ഉണ്ടാവുക. ഓക്കെ, R ഫേസ് Y ഫേസ് ആയി. ദെൻ B ഫേസ് 120, വീണ്ടും 120-ലാണ്. അപ്പോൾ R ഫേസിൻ്റെ വോൾട്ടേജ്, അതായത് VR, ഇത് VR ആണ്. ഇതിന് നമുക്ക് VY എന്ന് കൊടുക്കാം, ഇത് VB എന്ന് കൊടുക്കാം. ഇനി VR എന്ന് പറയുന്ന, അതായത് ഫേസ് വോൾട്ടേജ്, അതായത് ഈ ഫേസിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് VR ആണ്. ആ VR-നെ ലാഗ് ചെയ്തിട്ടായിരിക്കും IR ഉണ്ടാവുന്നത്. അപ്പോൾ ആ ലാഗിങ് ആംഗിൾ φ ആയിട്ട് അസ്യൂം ചെയ്തു. അപ്പോൾ VR-നെ ലാഗ് ചെയ്ത് IR ഉണ്ട്. ഓക്കെ, φ ആംഗിളിലാണ് ലാഗ് ചെയ്തിട്ടുള്ളത്. അതുപോലെ VY-നെ ലാഗ് ചെയ്ത് IY, Y ഫേസിലെ കറണ്ട്, VB-യെ ലാഗ് ചെയ്തുകൊണ്ട് ഈ ആംഗിൾ φ ആണ്, ഈ ആംഗിളും φ ആണ്, ഇത് IB. ഓക്കെ ആണല്ലോ. ദെൻ അടുത്തത് നമുക്ക് ചെയ്യേണ്ടത്, ഇവിടെ നോക്കാം, IR ഓക്കെയാണ്. നമുക്ക് അവിടെ IR ഉണ്ട്, IR ഇതാണ് IR. ദെൻ ഇനി വേണ്ടത് നമുക്ക് ആവശ്യമുള്ളത് VRB ആണ്. VRB എന്ന് പറയുന്നത്, VRB എന്ന് പറഞ്ഞാൽ എന്താണ്, VRB = VR - VB ആണ്. VR - VB ആണ്. അപ്പോൾ VR-നെയും -VB-യുടെയും റിസൾട്ടൻ്റ് എടുത്തു കഴിഞ്ഞാൽ, VR-ൻ്റെയും -VB-യുടെയും റിസൾട്ടൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് VRB കിട്ടും. അതുപോലെ തന്നെ VYB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VY-ൻ്റെയും -VB-യുടെയും റിസൾട്ടൻ്റ് എടുത്താൽ മതി. നമുക്കതൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ VRB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കാം, -VB എന്ന് പറയുന്നത് ഇതാണ്. മൈനസ് കിട്ടാൻ വേണ്ടി നേരെ ഓപ്പോസിറ്റിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇതാണ് -VB എന്ന് പറയുന്ന വെക്റ്റർ.
ദെൻ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ റിസൾട്ടൻ്റ് ആണ് VRB എന്ന് പറയുന്നത്. പാരലോഗ്രാം മെത്തേഡ് ഉപയോഗിക്കാം. ഇതാണ് VRB എന്ന് പറയുന്നത്. VRB ഓക്കെ ആണല്ലോ. ദെൻ അടുത്തത് ഇവർക്കിടയിലുള്ള, അപ്പം ഇനി നമുക്ക് വേണ്ടത് ഫസ്റ്റത്തെ ഇത് നോക്കുക, IR VRB കോസ്, അതായത് ഈ രണ്ടെണ്ണത്തിൻ്റെയും ഇടയിലുള്ള ആംഗിൾ ആണ് അറിയേണ്ടത്. IR-നും VRB-ക്കും ഇടയിൽ. IR എന്ന് പറയുന്നത് ഇതാണ്, VRB എന്ന് പറയുന്നതാണ്. ഈ ആംഗിൾ എത്രയെന്നാണ് കിട്ടേണ്ടത്. ഈ ആംഗിൾ അത് കിട്ടാൻ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, R ഫേസും Y ഫേസും തമ്മിൽ ടോട്ടൽ ആംഗിൾ 120 ആണ്. ടോട്ടൽ ആംഗിൾ 120 ആണ്. ദെൻ അതിന് മിഡിൽ പോയിന്റ് ആണ് VB ഉള്ളത്. ദാറ്റ് മീൻസ് ഇത് 60 ആയി. അതിൻ്റെ മിഡിൽ പോയിന്റിലാണ് VRB ഉള്ളത്. ദാറ്റ് മീൻസ് ഈ രണ്ടെണ്ണത്തിന് ഇടയിൽ 30 ഡിഗ്രി ആയി. ഓക്കെ, ഇത് ടോട്ടൽ 30 ആണ്. ആ 30യിൽ നിന്ന് 5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ 30യിൽ നിന്ന് 5 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോസ് 30 മൈനസ് 5. ഓക്കെ, അടുത്ത് ഇനി നമുക്ക് VB ഇത് കിട്ടണം, YB കിട്ടണം അല്ലേ? VYB എന്ന് പറയുന്ന വോൾട്ടേജ് കിട്ടണം. VYB എന്ന് പറയുമ്പോൾ VY-യും മൈനസ് VB-യും തമ്മിൽ -VB ഉണ്ട്. അപ്പോൾ ഇവിടെയാണ്, ഇതാണ് ആ സെക്ഷൻ. ഞാൻ ഇതിൻ്റെ റിസൾട്ടൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റിസൾട്ടൻ്റ് VYB എന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ കോസ് ഏത് ആംഗിളാണ് വേണ്ടത്? IY-യും VYB-യും തമ്മിലുള്ള ആംഗിൾ IY എന്ന് പറയുന്നത് ഇതാണ്. ദാറ്റ് മീൻസ് ഈ ആംഗിളാണ് കിട്ടേണ്ടത്, ഈ ടോട്ടൽ ആംഗിൾ. ഇത് 30 ആണെന്ന് നേരത്തെ നമ്മൾ കണ്ടെത്തി. അതിലോട്ട് പ്ലസ് 5-യും കൂടെ ചേർത്താൽ ഇവർ തമ്മിലുള്ള ആംഗിൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചേർക്കേണ്ടത് കോസ് 30 പ്ലസ് 5 ആണ്. അപ്പോൾ വാട്ട് മീറ്റർ 1 റീഡ് ചെയ്യുന്നത് W1 ഈക്വൽ ടു IR VRB കോസ് 5, കോസ് 30 മൈനസ് 5. ഇവിടെ ആണെങ്കിലോ കോസ് 30 പ്ലസ് 5. ഇതാണ് രണ്ട് റീഡിങ് ആയത്. ഇനി നമുക്കൊന്ന് കുറച്ച് നന്നായിട്ട് എഴുതുകയാണെങ്കിൽ, ഇനി W1-നെ ഞാനൊന്ന് മാറ്റി എഴുതുന്നു. W1 ഈക്വൽ ടു VRB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ വോൾട്ടേജ് ആണ്. രണ്ട് ഫേസുകൾക്കിടയിലുള്ളതിനെ പറഞ്ഞ പേരാണ് ലൈൻ വോൾട്ടേജ്. അത് VL എന്ന് എഴുതാം. IR എന്ന് പറഞ്ഞാൽ ഒരു കണക്ഷനിൽ IR ആണ്, നമ്മൾ സ്റ്റാർ കണക്ഷനാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് സ്റ്റാർ കണക്ഷനിൽ ഫേസ് കറണ്ടും ലൈൻ കറണ്ടും സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, IL എന്ന് കൊടുക്കാം. IR ഈക്വൽ ടു IL എന്നാക്കാം. ലൈൻ കറണ്ടിന് തുല്യമായതുകൊണ്ട് ഇനി കോസ് 30 മൈനസ് 5 അതിൽ മാറ്റില്ല. ദെൻ അടുത്ത് W2 ഈക്വൽ ടു VL, അതും ഇതുപോലെ എഴുതാം. YB എന്നുള്ളതിനെ നമുക്ക് ലൈൻ വോൾട്ടേജ് ആക്കാം. ഐനെ നമുക്ക് എന്ത് ചെയ്യാം, കറണ്ടിന് IL എന്നാക്കാം. കോസ് 30 പ്ലസ് 5. രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് W1 പ്ലസ് W2 ചെയ്യുന്നു. W1 പ്ലസ് W2, W1 പ്ലസ് W2 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നോക്കാം. VL IL കോസ് 30 മൈനസ് 5 പ്ലസ് VL IL കോസ് 30 പ്ലസ് 5. ഓക്കെ അല്ലേ? W1-ൻ്റെയും W2-ൻ്റെയും വില കൊടുത്തു. ഇനി നോക്കാം, രണ്ടിലും VL IL ഉണ്ട്, കോസ് മാത്രമേ മാറ്റുള്ളൂ. അതുകൊണ്ട് W1 പ്ലസ് W2 ഈക്വൽ ടു VL IL ബ്രാക്കറ്റിനകത്ത് കോസ് ഓഫ് ഒന്നുണ്ട് 30 മൈനസ് 5 ഉണ്ട്, സെൻട്രൽ പ്ലസ് ആണ്. അതുപോലെ കോസ് 30 പ്ലസ് 5 ഉണ്ട്.
ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണമെങ്കിൽ നമുക്കൊരു കാര്യം അറിയണം. കോസ് എ മൈനസ് ബിയും കോസ് എ പ്ലസ് ബിയും എന്താണെന്ന് അറിയണം. കോസ് എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എ കോസ് ബി മൈനസ് ആണെങ്കിൽ പ്ലസ് ഇടണം, പ്ലസ് സൈൻ എ സൈൻ ബി. കോസ് 30 മൈനസ് 5 എന്നാണെങ്കിൽ കോസ് എ മൈനസ് ബിയുടെ രൂപമാണ്. അതുകൊണ്ട് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. എന്നാൽ കോസ് എ പ്ലസ് ബിയുടെ ഫോം എന്താണ്? എ പ്ലസ് ആണെങ്കിൽ ഇതിനിടയിൽ ഇടേണ്ട സൈന് മൈനസ് ആണ്. അപ്പോൾ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്നാണ് നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിൽ അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനൊന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ വി എൽ ഐ എൽ കോസ് 30 മൈനസ് 5 എന്നുള്ളതിന് പകരം എന്ത് ചെയ്താ കോസ് 30 കോസ് 5 മൈനസ് ആയതുകൊണ്ട് പ്ലസ് കൊടുത്തു. എന്തുവരും? അടുത്ത് സൈൻ 30 സൈൻ 5. അപ്പോൾ ഫസ്റ്റത്തെ കഴിഞ്ഞു, ഫസ്റ്റത്തെ ബ്രാക്കറ്റ് കഴിഞ്ഞു. പ്ലസ് അടുത്ത ബ്രാക്കറ്റിൽ കോസ് 30 കോസ് 5 മൈനസ് സൈൻ 30 സൈൻ 5. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് സിമ്പിളാണ്. ഇനി ബാക്കിയുള്ളത് വി എൽ ഐ എൽ കോസ് 30 കോസ് 5 എന്നുള്ളത് 2 പ്രാവശ്യമുണ്ട്. അപ്പോൾ 2 കോസ് 30 കോസ് 5. ദെൻ അങ്ങനെയാണെങ്കിൽ കോസ് 30 കോസ് 5 അല്ലേ? അപ്പോൾ കോസ് 30 എന്ന് പറയുന്നത് √3/2 ആണ്. √3/2 എന്നാണ് കോസ് 30യുടെ വില. അപ്പോൾ വി എൽ ഐ എൽ ഇൻറ്റു 2 ഇൻറ്റു √3/2 കോസ് 5. √3/2 കോസ് 5. ടൂനെ ക്യാൻസൽ ചെയ്യാം. ദെൻ ബാക്കി വരുന്നത് W1 പ്ലസ് W2 ഈക്വൽ ടു √3 വി എൽ ഐ എൽ കോസ് 5. ദിസ് ഈസ് ടോട്ടൽ പവർ. ദെൻ 2 വാട്ട്മീറ്റർ മെത്തേഡ് ഉപയോഗിച്ച് ടോട്ടൽ പവർ കാണാനുള്ള ഇക്വേഷൻ W1 പ്ലസ് W2 ആണ്. കാരണം ഇത് ടോട്ടൽ പവറിന്റെ ഇക്വേഷൻ ആണ്. W1 പ്ലസ് W2 ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ പവർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 വാട്ട്മീറ്റർ മെത്തേഡിൽ കിട്ടുന്ന വാട്ട്മീറ്ററുകളിൽ കിട്ടുന്ന 2 വാട്ട്മീറ്റർ കിട്ടുന്ന റീഡിങ് ആ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതാണ് അതിൻ്റെ ടോട്ടൽ പവർ. അപ്പോൾ W1 പ്ലസ് W2 ആണ് ടോട്ടൽ പവറിന്റെ ഇക്വേഷൻ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അടുത്തത് റിയാക്റ്റീവ് പവർ എത്രയായിരിക്കും? ഓക്കെ, അപ്പോൾ നമുക്ക് റിയാക്റ്റീവ് പവർ നോക്കാം. റിയാക്റ്റീവ് പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റിയാക്റ്റീവ് പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് √3 വി എൽ ഐ എൽ സൈൻ 5 ആണ്. സൈൻ 5. നോക്കാം, നമ്മൾ ചെയ്യുന്നത് W1 മൈനസ് W2 എന്താണെന്ന് കണ്ടെത്തി നോക്കാം. W1ന്റെ ഇക്വേഷൻ വി എൽ ഐ എൽ നമുക്കറിയാവുന്ന കാര്യമാണ്. W1 എന്ന് പറഞ്ഞാൽ വി എൽ ഐ എൽ കോസ് 30 മൈനസ് 5 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? വി എൽ ഐ എൽ കോസ് 30 മൈനസ് 5 മൈനസ് കോസ് വി എൽ ഐ എൽ കോസ് 30 പ്ലസ് 5. ഓക്കെ, ഇനി വി എൽ ഐ എല്ലിന്റെ ബോത്ത് കേസിലുണ്ട്. അപ്പോൾ വി എൽ ഐ എൽ നമുക്ക് പുറത്തെടുക്കാം. വി എൽ ഐ എൽ കോസ്
30 minus 5 minus cos 30 plus 5. ഇനി cos a minus b ഫോമിൽ നമുക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. VL IL cos 30 cos 5 plus sin 30 sin 5 minus of cos 30 cos 5 plus sin 30 ഇവിടെ മൈനസ് ആണ്, മൈനസ് sin 30 sin 5. ഇനി ഈ സൈനിനെ ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താവും? പ്ലസ് ആവും. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയാൽ അറിയാം cos 30യും cos 5യും ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് 2 sin 30 sin 5 ആണ്. അപ്പം അങ്ങനെയാണ് W1 minus W2 equal to VL IL into 2 sin 30 sin 5. sin 30 sin 5. sin 30യുടെ വില 1/2 ആണ്. sin 30യുടെ വില 1/2 ആണ്. then 2 ക്യാൻസൽ ആയി. ബാക്കി വരുന്നത് VL IL sin 5 ഇത്രയാണ് വരുന്നത്. ഇപ്പോൾ W1 മൈനസ് W2 ചെയ്തോ VL IL sin 5 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു √3 കൂടി ഇട്ട് കൊടുത്താൽ അതെന്തായി മാറും? റിയാക്റ്റീവ് പവർ ആയിട്ട് മാറും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? √3 W1 minus W2 equal to റിയാക്റ്റീവ് പവർ. അതായത് നമുക്ക് കിട്ടിയ വാട്ട് മീറ്റർ റീഡിങ്ങിന്റെ സം എടുത്താൽ ആക്റ്റീവ് പവർ, അതായത് നമ്മൾ ടോട്ടൽ പവർ കിട്ടും. ഇനി അതിന് ഡിഫറൻസ് എടുത്തിട്ട് √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിയാക്റ്റീവ് പവറിന്റെ വാല്യൂ കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ 2 വാട്ട് മീറ്റർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ആക്റ്റീവ് പവർ മെഷർ ചെയ്യാമെന്നും റിയാക്റ്റീവ് പവർ മെഷർ ചെയ്യാമെന്നും കണ്ടുപിടിച്ചു. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പവർ ഫാക്ടർ കൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് നോക്കാം. റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് √3 VL IL sin 5 ആണ്. അത് നമുക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്തത് √3 into W1 minus W2 ആണ് ചെയ്തത്. ഇനി അതുപോലെ തന്നെ √3 VL IL cos 5 എന്ന് പറയുന്നത് ആക്റ്റീവ് പവർ ആയിരുന്നു. ദാറ്റ് മീൻസ് അത് കിട്ടിയത് നമുക്ക് W1 പ്ലസ് W2 ചെയ്തപ്പോഴാണ്. ഞാനിത് രണ്ടും കൂടെ ഈ രണ്ട് ഇക്വേഷൻ തമ്മിലൊന്ന് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ അതുപോലെ ഇവിടെയും ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും √3 ക്യാൻസൽ ചെയ്യാം, VL IL ക്യാൻസൽ ചെയ്യാം. ഇനി ബാക്കിയുള്ളത് sin 5 cos 5. sin 5 cos 5 എന്ന് പറഞ്ഞാൽ tan 5 ആണ്. tan 5 ഈക്വൽ ടു ഇവിടെ ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല, അതുകൊണ്ട് √3 into W1 minus W2 divided by W1 plus W2. ഓക്കെ ആണല്ലോ. ദെൻ നമുക്ക് കിട്ടേണ്ടത് കൊസൈൻ ഓഫ് ദ ആംഗിൾ 5 ആണ്. കൊസൈൻ ഓഫ് ദ ആംഗിൾ 5 ആണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. കൊസൈൻ ഓഫ് ദ ആംഗിൾ 5. അപ്പോൾ എന്ത് ചെയ്യണം? ടാനിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. ടാനിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ 5 ഈക്വൽ ടു tan inverse √3 W1 minus W2 divided by W1 plus W2. ഇത് 5 ആയിട്ടുള്ളൂ. നമുക്ക് അതിന്റെ കൊസൈൻ കിട്ടണം എങ്കിൽ മാത്രമേ പവർ ഫാക്ടർ ആവുള്ളൂ. അപ്പോൾ പവർ ഫാക്ടർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ രണ്ട് ഭാഗത്തും കോസ് ചേർക്കുക. അപ്പോൾ cos 5 ഈക്വൽ ടു കോസ് ഓഫ് tan inverse √3. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ പവർ ഫാക്ടറിനെ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നോക്കുക, W1 പ്ലസ് W2, W ആക്റ്റീവ് പവർ P എന്ന് പറയുന്നത് W1 പ്ലസ് W2 ആണ്. എന്നാൽ റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് √3 W1 മൈനസ് W2 ആണ്. അതുപോലെ തന്നെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഇക്വേഷൻ ഇതാണ്.
cos of tan inverse root 3 W1 minus W2 whole divided by W1 plus W2. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 2 വാട്ട് മീറ്റർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു 3 ഫേസ് പവർ മെഷർമെൻറ്റ് നടത്തുന്നത്. ഈ ഒരു മെത്തേഡാണ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടും കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് വരുന്നതുമായിട്ടുള്ള ഒരു മെത്തേഡ് 2 വാട്ട് മീറ്റർ മെത്തേഡാണ്. അപ്പോൾ ഇത്രയാണ് 3 മെത്തേഡുകളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫേസിൽ നമ്മൾ എന്ത് ചെയ്യണം, വാട്ട് മീറ്റർ കണക്ട് ചെയ്യണം. ആ ഫേസിൽ കിട്ടുന്ന അതേ പവറുകൾ തന്നെയാണ് മറ്റ് 2 ഫേസും എന്ന ഒരു അസംഷനോട് കൂടി 3 ഇൻറ്റു ആ റീഡിങ് ചെയ്തു, അതായത് 3 ഇൻറ്റു വാട്ട് മീറ്റർ റീഡിങ് ചെയ്ത് നമ്മളത് ടോട്ടൽ പവറായി കൺസിഡർ ചെയ്യുന്നു. അതിന് നിർബന്ധം ബാലൻസ്ഡ് ലോഡിംഗ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആൻസർ ആവുകയുള്ളൂ. ദെൻ അടുത്തൊരു മെത്തേഡ് പറഞ്ഞത് 3 വാട്ട് മീറ്റർ മെത്തേഡാണ്. ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ് ലോഡിംഗ് സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഫേസിലും ഓരോ വാട്ട് മീറ്റർ വെച്ച് ആ വാട്ട് മീറ്ററുകളുടെ എല്ലാം ടോട്ടൽ സം കണ്ടുപിടിച്ചാൽ W1 പ്ലസ് W2 പ്ലസ് W3 കണ്ടുപിടിച്ചാൽ നമുക്ക് ആക്റ്റീവ് പവർ അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ പവർ കിട്ടും. എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വാട്ട് മീറ്റർ മെത്തേഡ് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 2 ഫേസിൽ വാട്ട് മീറ്റർ വെക്കുന്നു. അതിൻ്റെ മൂന്നാമത്തെ ഫേസ് കോമൺ പ്രഷർ കോയിലിൽ കണക്ട് ചെയ്യാനുള്ള കോമൺ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ആ 2 വാട്ട് മീറ്ററിൽ കിട്ടുന്ന റീഡിങ്ങുകളെ സം ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് പവറും അതിൻ്റെ ഡിഫറൻസിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിയാക്റ്റീവ് പവറും അതുപോലെ തന്നെ അവ രണ്ടിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞ് അതിൻ്റെ cos tan inverse √3 W1 minus W2 divided by W1 plus W2 എന്ന ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ പവർ ഫാക്ടർ നമുക്ക് ആ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാം. 2 വാട്ട് മീറ്റർ മെത്തേഡിൻ്റെ ഫേസർ ഡയഗ്രമാണ് നമുക്ക് ബോർഡിൽ നമ്മൾ വരച്ചിട്ടുള്ളത്. ഇതോടുകൂടി നമ്മുടെ പവർ മെഷർമെൻറ്റ് നടത്താനുള്ള ഈ ടോപ്പിക്ക് നമ്മൾ നിർത്തുകയാണ്. താങ്ക് യു.